ഹായ് ഓൾ, വെൽക്കം ടു ക്രഞ്ച് ദ നമ്പേഴ്സ്. ഇൻവെൻട്രീൻ്റെ ഒരു സെഷനിൽ നമ്മൾ സെയിൽസ് ഓർഡർ സൈക്കിൾ എങ്ങനെയാണ് ഇനേബിൾ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. സെയിൽസ് ഓർഡർ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ മാനുവലായിട്ട് ഒരു സെയിൽ ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു ഇൻവോയ്സ് ആക്കി കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെയിൽസ് ഓർഡറിൽ വന്നിട്ട് ഇവിടെ നമ്മൾ കൺവേർട്ട് ടു ഇൻവോയ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് മാനുവലായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിന് പകരം നമ്മളൊരു സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ ഒരു ഇൻവോയ്സിലേക്ക് കൺവേർട്ട് ആവാം, അതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യും, അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റാറ്റസ് മാർക്കാ സെൻഡ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു സൈക്കിൾ ഇനേബിൾ ചെയ്തുകൊണ്ട് സംഭവിക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ ഒരു സെറ്റിങ്സിൽ സെയിൽസ് ഓർഡർ എന്നുള്ളതിൽ വരിക. ഇവിടെ സെയിൽസ് ഓർഡർ സൈക്കിൾ എന്ന് നമുക്ക് കാണാം. ഇവിടെ കോൺഫിഗർ സെയിൽസ് ഓർഡർ പ്രിഫറൻസ് ഫോർ മാനുവൽ സെയിൽസ് ഓർഡേഴ്സ് എന്ന് കാണാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ കോൺഫിഗർ പ്രിഫറൻസ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നമ്മളൊരു ഇൻവോയ്സ് ഒരു സെയിൽ ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് അത് ഇൻവോയ്സിലേക്ക് കൺവേർട്ട് ആവണം, അതേപോലെ തന്നെ മാർക്ക് അസെൻറ്റും കൂടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓപ്ഷൻ കൂടെ ടിക്കറ്റ് കൊടുക്കണം. അതിനുശേഷം അതിന് പേയ്മെൻറ്റും കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതും കൂടെ കൊടുത്തിട്ട് മോഡ് ഓഫ് പേയ്മെൻറ്റും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഏത് അക്കൗണ്ടിലേക്കാണ് റിസീവ് ചെയ്യുന്നുള്ള അക്കൗണ്ടും സെലക്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെയിൽ ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവോയ്സ് ആയി മാറുകയും ചെയ്യും, അതിൻ്റെ സ്റ്റാറ്റസ് മാർക്ക് സെൻഡ് ആവുകയും ചെയ്യും, അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ഈ കൊടുത്ത ലെഡ്ജറിലേക്ക് ബുക്ക് ആവുകയും ചെയ്യുന്നുണ്ടാവും. ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലാണ് നമ്മളിത് ചൂസ് ചെയ്യേണ്ടത്. അതേസമയത്ത് നമ്മുടെ ഷോപ്പിൽ ക്യാഷ് സെയിൽസും ഉണ്ട്, നമ്മൾ ബാങ്കിലേക്കും നമ്മുടെ എമൗണ്ട് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നമുക്ക് ഇവിടെ ഒരു മോഡ് ഓഫ് പേയ്മെൻറ്റേ കൊടുക്കാൻ പറ്റുള്ളൂ, അതായത് മൾട്ടിപ്പിൾ ഇത് കൊടുക്കാനായിട്ട് പറ്റൂല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ഈ മാർക്കസിൻ്റെ മാത്രം വരെ കൊടുത്തിട്ടാൽ മതിയാവും. നമ്മൾ ഇത്രയും കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതുപോലെ ഒരു സെയിൽ ഓർഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇവിടെ ഒരു എക്സിസ്റ്റിംഗ് സെയിൽ ഓർഡർ ഞാൻ ക്ലോൺ ചെയ്തിട്ട് ഒരു പുതിയ സെയിൽസ് ഓർഡറും കൂടി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ സേവ് ആൻഡ് കൺഫേം എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ എക്സിക്യൂട്ട് സെയിൽസ് ഓർഡർ സൈക്കിൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ ഓക്കെ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ ഇൻവോയ്സും കൂടെ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇൻവോയ്സിൻ്റെ സ്റ്റാറ്റസ് മാർക്ക് സെൻഡ് ആണ്, അതുപോലെ തന്നെ കറണ്ട് ഡേറ്റിൽ ഒരു ഇൻവോയ്സും കൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ മാനുവൽ സെയിൽസ് ഓർഡേഴ്സിന് നമ്മൾ ചെയ്യുന്നത്. ഇനി അതല്ല, നമ്മൾക്ക് ഷോപ്പിഫൈ ഇൻ്റഗ്രേഷനോ അല്ലെങ്കിൽ ആമസോൺ ഇൻ്റഗ്രേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനും നമുക്ക് ഈ സെയിൽസ് ഓർഡർ സൈക്കിൾ എനേബിൾ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതും നമ്മൾ ഇതേ ചെയ്ത സ്ഥലത്ത് തന്നെയാണ് സെയിൽസ് ഓർഡറിൽ പോവുക. ഇവിടെ നമുക്ക് സെയിൽസ് ഓർഡർ സൈക്കിൾ കോൺഫിഗർ ഫോർ മാർക്കറ്റ് പ്ലേസ് സെയിൽസ് ഓർഡേഴ്സിന് കാണാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഈ സെയിം സെറ്റിങ്സ് തന്നെയാണ്, നമുക്ക് മാർക്ക് സെൻഡ് കൊടുക്കാം, അതുപോലെ പേയ്മെൻറ്റും റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഒരു ഷോപ്പിഫൈ എന്നൊരു ഓർഡർ ഫെച്ചായി ഒരു സെയിൽ ഓർഡർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്.